ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പുത്തുരൻസ്. ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലെക്സ് കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. പ്ലെയിൻ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളിത് മുമ്പ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം, നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. കളർ ഫെയ്ഡിങ്ങോ അല്ലെങ്കിൽ കളർ ഇളകുമോ എന്നുള്ള പേടിക്കൊന്നും വേണ്ട. പ്യുവർ കോട്ടൺ തന്നെയാണ്. ഫ്ലെക്സ് കോട്ടൺ എന്ന് പറയുമ്പോൾ കുറെ പേർക്കൊക്കെ അന്ന് ഇതിനകത്ത് പല കളേഴ്സും ഞാൻ വെയർ ചെയ്ത കളറുകളൊക്കെ കിട്ടിയില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു. നമ്മൾ കുറെയൊക്കെ റീസ്റ്റോക്ക് ചെയ്തിരുന്നു. ഇപ്പോഴും നമ്മൾ ആ സെയിം ഫാബ്രിക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. പരുപരുത്ത ഒരു കോട്ടൺ ആണ് കേട്ടോ. ക്യാമ്പ്രിക് പോലെയല്ല, കുറച്ച് പരുപരുപ്പുള്ള ഒരു ഫാബ്രിക് ആണ്. മാത്രമല്ല ലൈനിങ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് വെയർ ചെയ്യാം. ടോപ്പ് മാത്രമല്ല, ബോട്ടം ഒക്കെ വെയർ ചെയ്യാനായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഫാബ്രിക് തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 119 rupees പെർ മീറ്ററിലാണ്. കുറെ കളേഴ്സ് ഉണ്ട്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ്. ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു കളർ വെച്ചിട്ട് ഞാനൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേജിൽ നോക്കിയാൽ കാണാൻ പറ്റും, റീൽസിലൊക്കെ. ഇത് ഒത്തിരി ഡിമാൻഡ് ഉള്ള ഒരു കളറായിരുന്നു. ഇത് വെച്ച് ഞാനൊരു ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കുറെ പേര് നമ്മുടെ അടുത്ത് തന്നെ ഓർഡർ തന്ന് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ കേട്ടോ. പിന്നെ ഞാൻ ഈ പ്ലെയിൻ കളേഴ്സ് അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ക്രിസ്മസിന്റെ ഒക്കെ സമയത്തായിരുന്നു ഇങ്ങനത്തെ കുറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ ആ ഒരു സെയിം കളർ ഇപ്രാവശ്യവും കിട്ടി. അതാണ് ആ ഒരു കളർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ പലതരത്തിലുള്ള കളേഴ്സ് ആണ് നമുക്ക് കിട്ടാറുള്ളത്. പ്രാവശ്യം ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കളറായിരുന്നു ഈ മസ്റ്റാർഡ് യെല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഞാൻ വെയർ ചെയ്ത് വീഡിയോ കാണണമെങ്കിൽ നമ്മളുടെ പേജിനകത്ത് ഇതിനകത്തുള്ള ഇത് ചെയ്തിട്ടുള്ള റീൽസ് ഒക്കെ ഉണ്ടാകും. റീൽസ് ഉണ്ട്, അപ്പൊ നിങ്ങളത് നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഫ്ലെക്സ് കോട്ടൺ ആണ്. തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. പടപടാന്നിരിക്കൊന്നുമില്ല. ഇത് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് കേട്ടോ. കുറച്ച് തിക്കായതുകൊണ്ട് ട്രാൻസ്പെറന്റ് അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തത്. രണ്ടാമത്തെ വീഡിയോയിലായിരുന്നു ഈ ഒരു മസ്റ്റാർഡ് കളർ വെച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു പീച്ച് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ. യെല്ലോ അല്ല, പക്ഷെ ഈ ഒരു ഷെയ്ഡ് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ആയിട്ട് ഈ എന്താ പറയുന്ന ഈ പേസ്റ്റൽ ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ്. പീച്ച് കളറിലാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെ. ഇത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ്. 119 തന്നെയാണ് ഇത് വരുന്നത്. ഇത് ടോപ്പ് മാത്രം ചെയ്യാനല്ല, നമുക്ക് ബോട്ടം ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാലാസോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കംഫർട്ടായിട്ട് വെയർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ എപ്പോഴും കാണുന്നത് ആ ഒരു ക്രീം കളറിലാണ് കേട്ടോ. ഇതൊക്കെ എപ്പോഴും ഏത് സമയത്തും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്, കളർ വരുന്നത് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ. അപ്പൊ നമുക്കൊരു ബാപ്റ്റിസം ആ ഒരു ഇതിനൊക്കെ വെയർ ചെയ്യാവുന്ന, അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ വെയർ ചെയ്ത് പോകാവുന്ന പോലത്തെ ഒരു കളേഴ്സ് ആണ് കേട്ടോ ഇത്. ഇത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ്. കളർ ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ. 119 തന്നെയാണ് ഇതിന്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഫ്ലമിംഗോ പിങ്ക് ആണ് കേട്ടോ ഇത്. ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ ഒരു കളേഴ്സ് തന്നെയാണ്. ഈ ലൈറ്റർ ടോൺ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഇത് കേട്ടോ. പിങ്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെ എടുത്തു കാണിക്കുന്ന പോലത്തെ പിങ്ക് ഒന്നും അല്ല. നെക്സ്റ്റ് വൺ ഒരു ക്രീം കളർ എന്ന് പറയാം. ക്രീം അല്ല, ഒരു മിൽക്കി വൈറ്റ് കളർ എന്ന് പറയും. മിൽക്ക് ഇങ്ങനെ ബോയിൽ ചെയ്ത് വരുമ്പോൾ ഒരു കളർ വരില്ലേ, ആ ഒരു കളറിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ള ഒരു കളർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ഇപ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കളർ വരുന്നത്. ഇത് എപ്പോഴും ആവശ്യമുള്ള ഒരു കളർ ആയതുകൊണ്ട് വലിയ എന്താ പറയാ, എങ്ങനെയാ വരാന്ന് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലെങ്കിൽ ഞാനൊന്ന് വെച്ച് കാണിച്ചെന്ന് മാത്രം. 44 ഇഞ്ച് വിഡ്ത്തിൽ 119 തന്നെയാണ് നമ്മൾ കണ്ടതിന്റെ എല്ലാം പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് റെഡ് കളർ ആണ്. നല്ല ബ്ലഡ് റെഡ് കളർ തന്നെയാണ് കേട്ടോ. ഇതിന്റെ പ്രൈസും 119 തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത്. നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു റെഡ് കളർ ആണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 119 തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ്. മായ ബ്ലൂ ആണ് കേട്ടോ ഈ കളറ്. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെ. കളർ പോകുമെന്ന് പേടിക്കൊന്നും വേണ്ട, നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. മാത്രമല്ല, ഇനി ഒരുപാട് ഡൗട്ട് ഉള്ള ഒരു പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഞാൻ യൂസ് ചെയ്തിട്ട് ഇതൊന്നും കളർ പോയിട്ടില്ലാത്ത ഫാബ്രിക് ആയതുകൊണ്ടാണ് ഞാനതങ്ങനെ പറയുന്നത് കേട്ടോ. 119 തന്നെയാണ് ഇതിന്റെയും പ്രൈസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ കാണുന്നത് ഹോട്ട് പിങ്ക് ഷെയ്ഡിലാണ്. ഇതും കുറച്ച് ബ്രൈറ്റ് ആയിട്ട് നമുക്കൊക്കെ ഇങ്ങനെ കളർ തോന്നിക്കുന്ന പോലത്തെ ഒരു കളറാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു കളർ വരുന്നത്. ഒത്തിരി കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ ഒരു കളർ. 44 ഇഞ്ച് വിഡ്ത്തിൽ 119 തന്നെയാണ് പ്രൈസ്.
ഫാബ്രിക് വരുന്നത് ഫ്ലെക്സ് കോട്ടൺ ആണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ബേബി ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. ബ്ലൂവിന്റെ തന്നെ വേറൊരു ഷെയ്ഡ് നമ്മൾ കണ്ടിരുന്നു. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബേബി ബ്ലൂ ഷെയ്ഡിലാണ്. ഇങ്ങനെയാണ് ഈ കളർ വെയർ ചെയ്യുമ്പോൾ വരുന്നത്. നമുക്ക് ഇതൊക്കെ വെച്ച് കുർത്തി ചെയ്തിട്ട് എന്താ പറയാ ചെറിയ ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എലഗന്റ് ഒക്കെ ആയിട്ട് നമുക്ക് വെയർ ചെയ്ത് പോകാവുന്നതാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഗോൾഡ് കളറിലാണ്. ഇതും കുറച്ച് നമ്മളൊരു പിങ്ക് കണ്ടല്ലോ, അതേപോലെ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള, നമുക്ക് കുറച്ചും കൂടി കളർ തോന്നിക്കുന്ന പോലത്തെ ഒരു കളർ തന്നെയാണ്. പിന്നെ അത് പറയുന്നു, അങ്ങനത്തെ ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ കളറും നമ്മൾ ആദ്യം ഒരു മസ്റ്റാർഡ് യെല്ലോ കണ്ടില്ലേ, അതിന്റെ കുറച്ചും കൂടി ഒക്കെ ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു കളറാണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 119 ആണ് ഇതിന്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒളിമ്പിക് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ. ഇതാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന കളറിന് മാച്ച് ചെയ്യാവുന്ന ഒരു കളർ എന്ന് പറയുന്നത്. നമ്മളിതൊരു ഡിസംബർ ഒക്ടോബർ ആ സമയത്തൊക്കെ ആയിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു ഈ ഒരു കളറിന്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് കളർ വരുന്നത്. നമുക്ക് ഇങ്ങനെ ഡിസൈനർ കുർത്തിയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ബോട്ടം ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലാസോ ഒക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. പെൻസിൽ പാന്റ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതൊക്കെ വെച്ച് ചെയ്യാം. കാരണം ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു ഫാബ്രിക്കിന് ലൈനിങ്ങും കൂടെ ഇട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തിക്നെസ് കൂടുകയുള്ളൂ. അപ്പൊ നമുക്ക് വെയർ ചെയ്യുമ്പോൾ അത്ര ഈസി ആയിട്ട് വെയർ ചെയ്ത് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ചെയ്തതെല്ലാം വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത, പിന്നെ ആ ഒരു മിൽക്കി വൈറ്റ് കളർ എന്ന് പറഞ്ഞ കളറിന് മാത്രമാണ് നമുക്ക് ചെറുതായിട്ട് ഒരു ലൈനിങ്ങിന്റെ ആവശ്യം വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ നല്ല ട്രാൻസ്പെറന്റ് അല്ലാത്ത തരത്തിലുള്ള ഫാബ്രിക് ആണ്. കുറച്ച് തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. ഫാബ്രിക്കിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു മോഡൽ അങ്ങനെ ചെയ്ത് വേണം എന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് തരുന്നതാണ്. ഓൺലൈനിലും ഷോപ്പിലൊക്കെ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.